പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ജയൻ നമ്പ്യാർ ഒരുക്കിയ ചിത്രമായിരുന്നു വിലായത്ത് ബുദ്ധ. അയ്യപ്പനും കോശിക്കും ശേഷം സച്ചി സംവിധാനം ചെയ്യാതിരുന്ന ചിത്രമായിരുന്നു ഇത്. ചന്ദന മോഷ്ടാവായ ഡബിൾ മോഹനൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ അവതരിച്ചത്. വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിൽ എത്തിയ ചിത്രം എന്നാൽ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 30 കോടിയിലേറെ ചെലവഴിച്ചൊരുക്കിയ ചിത്രം വെറും 6 കോടി മാത്രമാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പരാജയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നിർമ്മാതാവായ AV അനൂപ്. സത്യം പറഞ്ഞാൽ കൈ പൊള്ളുകയായിരുന്നില്ല. വാഷ് ഔട്ട് ആയിരുന്നു വിലായത്ത് ബുദ്ധ. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പടമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസാണ് ആ സിനിമയ്ക്ക് ലഭിച്ചത്. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എന്നാൽ എന്നത് സത്യമാണെങ്കിലും സിനിമ തീരെ മോശമല്ലെന്ന് പറയാൻ പറ്റില്ല. വളരെ പ്രസിദ്ധമായ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി എടുത്ത സിനിമയാണ്. ചിലപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന പേര് നെഗറ്റീവ് അടിച്ചതാവാം ആളുകൾക്ക്. എന്താണെന്ന് മനസ്സിലായി കാണില്ല. വലിയ എഫേർട്ടും ബഡ്ജറ്റുമൊക്കെ ഒരുക്കിയ ചിത്രമായിരുന്നു. പക്ഷേ വിചാരിച്ചതുപോലെ ഹിറ്റായില്ല. ഇതിനു മുമ്പ് പൃഥ്വിയെ നായകനാക്കി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത എസ്ര വലിയ ഹിറ്റായി. അതുവരെയുള്ള പൃഥ്വിയുടെ കരിയറിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ പടമായിരുന്നു എസ്രയായിരുന്നു. തൊട്ടു മുന്നേ ചെയ്ത സൂക്ഷ്മദർശിനിയും വലിയ ഹിറ്റായിരുന്നു. പക്ഷേ വിലായത്ത് ബുദ്ധ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. ഇതുവരെ ആ പടം OTTയിലും വിറ്റുപോയിട്ടില്ല. റിലീസിന് മുമ്പ് ഒരു OTT പ്ലാറ്റ്ഫോമുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടതായിരുന്നു. പക്ഷേ പടം ഫ്ലോപ്പായപ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറി. OTT ഒക്കെ ഇപ്പോൾ സിനിമ വളരെ ശ്രദ്ധിച്ചാണ് എടുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനൻ ഒരുക്കിയിരുന്ന ചിത്രമായിരുന്നു വിലായത്ത് ബുദ്ധ. AVA പ്രൊഡക്ഷന് വേണ്ടി AV അനൂപുമായി ചേർന്നാണ് ചിത്രം ഒരുക്കിയിരുന്നത്.